വർഷം 2010 ജൂൺ 17 ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രമായ നഥാൻസ് ആണവ കേന്ദ്രം. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. യന്ത്രങ്ങൾ പെട്ടെന്ന് തകരാറിലായി. സെൻട്രിഫ്യൂജുകൾ അനിയന്ത്രിതമായി പ്രവർത്തിച്ചു തുടങ്ങി. ചിലത് പെട്ടെന്ന് തകർന്നു, ചിലത് പ്രവർത്തിക്കാതെയായി. ഏതെങ്കിലും ഒരു മിഷനാണ് ഈ അപകടം സംഭവിച്ചതെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ എല്ലാ മിഷനറീസും കൂടി എങ്ങനെയാണ് ഇപ്രകാരം പ്രവർത്തനരഹിതമായി മാറുന്നത്, അല്ലെങ്കിൽ ക്രമം തെറ്റുന്നത്? ശാസ്ത്രജ്ഞരുടെ തല പുകഞ്ഞു. അവർക്ക് ഉത്തരം കിട്ടിയില്ല. പക്ഷേ അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നു. ആ ഉത്തരമായിരുന്നു സ്റ്റക്സ്നെറ്റ്. 2010 ലോകം കണ്ട ഏറ്റവും രഹസ്യവും അതിശയകരവുമായ സൈബർ ആക്രമണം. ഒരു രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കുവാൻ സങ്കീർണമായ കമ്പ്യൂട്ടർ വൈറസിനെ ഉപയോഗിക്കും. അതായിരുന്നു സ്റ്റക്സ്നെറ്റ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ ഉപയോഗിച്ചതിലൂടെ കുപ്രസിദ്ധി നേടിയ കമ്പ്യൂട്ടർ വൈറസ് ആയിരുന്നു സ്റ്റക്സ്നെറ്റ്. ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ സൈബർ ആക്രമണത്തെക്കുറിച്ചാണ്. മനുഷ്യൻ സൃഷ്ടിച്ച ഒരു കോഡ് യന്ത്രങ്ങളെ നിയന്ത്രിച്ച് ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവത്തിന്റെ വിവരണമാണ്. ശബ്ദമില്ലാതെ നടന്ന ഒരു യുദ്ധത്തിന്റെയും കണ്ണിൽപ്പെടാതെ മറഞ്ഞിരുന്ന് ആക്രമിച്ച വിജയിച്ച പോരാട്ടത്തിന്റെയും വിവരണമാണ്. Countdown to Zero Day, Stuxnet and the Launch of the World's First Digital Weapon എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആണവോർജ ഏജൻസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്ന് അസാധാരണമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. പല സെൻട്രിഫ്യൂജുകളും ഒന്നിനൊന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുറേനിയം പവർ ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ സമ്പുഷ്ടമാക്കുവാൻ രൂപകൽപ്പന ചെയ്ത സീമൻസ് നിർമ്മിത ഉപകരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകരാറിലായിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സൈബർ ആക്രമണം എന്ന വാക്ക് അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയത് എന്നതാണ് വാസ്തവം. സൈബർ ആക്രമണം എന്ന വാക്ക് ഇന്ന് പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനാൽ അതേക്കുറിച്ച് ഏകദേശ ധാരണ പലർക്കും ഉണ്ടാകാം. എന്താണ് സൈബർ ആക്രമണം? ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഡാറ്റ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതോ കമ്പ്യൂട്ടറുകളിലേക്കും നെറ്റ്വർക്കുകളിലേക്കും അനധികൃത ആക്സസ് നേടുന്നതോ ആയ പ്രക്രിയയാണ് സൈബർ ആക്രമണം എന്ന് പറയാം. അനധികൃത ആക്സസ് നേടുന്നതിൽ സ്വീകരിക്കുന്ന ആദ്യ നടപടിയാണ് സൈബർ ആക്രമണം. സൈബർ ആക്രമണത്തിന്റെ ലക്ഷ്യം ഒന്നുകിൽ നിർദ്ദിഷ്ട കമ്പ്യൂട്ടറിനെ പ്രവർത്തനരഹിതമായി ഓഫ്ലൈൻ ആക്കുകയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഡാറ്റയിലേക്ക് ആക്സസ് നേടുകയും ബന്ധിപ്പിച്ച നെറ്റ്വർക്കുകളിലേക്കും സിസ്റ്റങ്ങളിലേക്കും നുഴഞ്ഞു കയറുകയും ചെയ്യുക എന്നതാണ്. സൈബർ കുറ്റവാളികൾ പലപ്പോഴും ക്രമരഹിതവും ലക്ഷ്യം വെച്ചുള്ളതുമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. സേവന നിദ്വേഷം, മാൽവെയർ ഫിഷിംഗ്, റാൻസം വെയർ എന്നിങ്ങനെ വിവിധ രീതികളാണ് സൈബർ ആക്രമണത്തിനായി ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ 2010 നടന്ന ഇവിടെ പറയാൻ പോകുന്ന സൈബർ ആക്രമണം അക്കാലത്ത് പുതിയ സംഭവമായിരുന്നു. യുദ്ധങ്ങളോ വെടിക്കോപ്പുകളോ ഇല്ലാതെ ശത്രുവിനെ തറപറ്റിക്കുവാൻ കഴിയുമെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സൈബർ ആക്രമണമായിരുന്നു അത്. നിശബ്ദ സാങ്കേതിക ആയുധമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. അതായത് സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ശബ്ദമില്ലാതെയും മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെയും അദൃശ്യമായി നിന്ന് ശത്രുവിനെ പരാജയപ്പെടുത്താനാകും എന്ന് ഈ സംഭവത്തോടെയാണ് ലോകം പഠിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ആയുധമെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ ആക്രമണോത്സുകമായ മാൽവെയറുകൾ ഇതോടെ വ്യാപകമായി എന്നതാണ് ഈ ആക്രമണത്തിന്റെ അനന്തരഫലം. അവയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇത്തരമൊരു സൈബർ ആക്രമണം നടക്കാൻ കാരണമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുടെ ഭാഗമായി നതൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ആരംഭിച്ചതിൽ നിന്നാണ് ഈ സംഭവ വികാസങ്ങളുടെയെല്ലാം തുടക്കം. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയായിരുന്നു നതൻസ്. വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും മറ്റ് പല വിധത്തിലുമുള്ള സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്തും ഭൂമിക്കടിയിലായിരുന്നു ആണവ കേന്ദ്രം. 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 8 മീറ്റർ ഭൂമിക്കടിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. ഭൂമിക്കടിയിൽ 3 നിലകളായി നിലയുറപ്പിച്ച ആണവ കേന്ദ്രത്തിൽ 50,000-ഓളം സെൻട്രിഫ്യൂജുകളാണ് സ്ഥാപിച്ചിരുന്നത്. ഗ്യാസ് സെൻട്രിഫ്യൂജുകൾ കൂട്ടിച്ചേർക്കുവാൻ സഹായിക്കുന്ന 25,000 ചതുരശ്ര മീറ്റർ ഹാൾ ഉൾപ്പെടെ 6 കെട്ടിടങ്ങൾ ഭൂമിക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ വേറെ അനേകം കെട്ടിടങ്ങളും. ഏകദേശം 7.6 മീറ്ററോളം ഒരു കോൺക്രീറ്റ് കവചത്താൽ ആണവ കേന്ദ്രം സംരക്ഷിക്കപ്പെട്ടിരുന്നു. 2002 ഈ ആണവ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറം ലോകം അറിയുന്നത്. അതോടെ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. 2003 ഇറാനിയൻ സർക്കാർ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുക കൂടി ചെയ്തതോടെ ആശങ്കകൾ ഇരട്ടിയായി. പ്രതീക്ഷിച്ചതിലും വിപുലമായ തോതിലുള്ള ആണവ പദ്ധതിയാണ് ഇറാന്റേതെന്ന് സ്ഥിരീകരണവും ഉണ്ടായി. നതൻസിലെ സമ്പുഷ്ടീകരണ കേന്ദ്രം കണ്ടെത്തിയതും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുമായി സഹകരിക്കുവാൻ ഇറാൻ വിസമ്മതിച്ചതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടി.
1957 IAEA എന്ന ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആരംഭിച്ചത്. ആണവോർജ്ജം സമാധാനപൂർവ്വം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനായിരുന്നു ഇതിന്റെ സ്ഥാപനം. രാജ്യങ്ങൾ രഹസ്യമായി ആണവ ബോംബ് നിർമ്മിക്കാതിരിക്കുവാൻ പരിശോധന നടത്തുകയും ആണവ പ്ലാന്റുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രധാന ദൗത്യങ്ങളിൽ ചിലത് മാത്രമാണ്. 2003 IAEA ഡയറക്ടർ ജനറൽ മുഹമ്മദ് എൽ ഭാരതി ഇറാന്റെ ആണവ കേന്ദ്രം സന്ദർശിച്ചു. 160 സെൻട്രിഫ്യൂജുകൾ പ്രവർത്തന സജ്ജമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും 1000 എണ്ണം നിർമ്മാണത്തിലാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നതൻസിൽ ഉയർന്ന തോതിലുള്ള സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ കണികകൾ കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയെ തുടർന്ന് 2004 പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ഇറാൻ ആണവ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയായിരുന്നു. 2005 ഇറാൻ പ്രസിഡന്റായി മഹ്മൂദ് അഹമ്മദി നജാദ് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണ നിലപാടിൽ മാറ്റം വന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കപ്പെട്ടു. ഈ സംഭവ വികാസങ്ങൾ പിന്നെയും ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് സ്റ്റക്സ്നെറ്റ് വൈറസ് ആക്രമണത്തിന് വേദിയൊരുങ്ങിയത്. ഇറാന്റെ നതൻസ് ആണവ കേന്ദ്രത്തിന് മുൻപ് പറഞ്ഞ പ്രത്യേകതകൾക്ക് പുറമെ മറ്റ് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇന്റർനെറ്റിൽ നിന്ന് പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ടവയായിരുന്നു അവയൊന്ന്. എയർ ഗ്യാപ്ഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് പുറത്തുനിന്ന് നേരിട്ട് ഹാക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അതിന്റെ പ്രവർത്തനം. ഏതെങ്കിലും നെറ്റ്വർക്കുമായോ ഇന്റർനെറ്റുമായോ ആണവ കേന്ദ്രത്തിലെ ഉപകരണങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണത്തിൽ മാൽവെയർ ആക്രമണം സംഭവിക്കണമെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ മാൽവെയർ നേരിട്ട് ചേർക്കുക മാത്രമാണ് ഏക പോംവഴി. അതിനുള്ള ഒരേയൊരു മാർഗമായിരുന്നു USB. അസാധാരണമായ ആ വഴിയാണ് സ്റ്റക്സ്നെറ്റിന്റെ പിന്നണിക്കാരും ആക്രമണത്തിന് സ്വീകരിച്ചത്. മുൻപ് പറഞ്ഞതുപോലെ വെറുമൊരു USB ഡ്രൈവ് ആണ് അവർ അതിനായി തിരഞ്ഞെടുത്തത്. ഒരാൾ പോലും സംശയിക്കാത്ത വിധത്തിൽ ഈ USB വഴി ഇറാന്റെ സുരക്ഷിതമായ സിസ്റ്റത്തിലേക്ക് വൈറസ് കടന്നു ചെല്ലുകയായിരുന്നു. ഇത് സെൻട്രിഫ്യൂജുകളുടെ നിയന്ത്രണ സോഫ്റ്റ്വെയറായ സീമെൻസ് സ്റ്റെപ്പ് 7 ലക്ഷ്യം വെച്ച് അതിനുള്ളിൽ കയറി കൂടുകയും തുടർന്ന് യന്ത്രങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന കോഡുകൾ മാറ്റിമറിക്കുകയും സാധാരണ വേഗത്തിൽ കറങ്ങുന്ന യന്ത്രങ്ങൾ അസാധാരണമായ വേഗത്തിലേക്ക് ഉയരുകയും പിന്നെ വേഗം കുറഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും പുറത്തുള്ള ഓപ്പറേറ്റർമാർക്ക് മനസ്സിലാക്കാനായില്ല. കാരണം എല്ലാം സാധാരണമായാണ് നടന്നു പോകുന്നത് എന്ന സന്ദേശമാണ് ഓപ്പറേറ്റർമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതൊരു വ്യാജ വിവരമാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായില്ല. ഫലമോ അവിടെ നിശബ്ദ നാശം സംഭവിച്ചുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമായി. സെൻട്രിഫ്യൂജുകൾ ഓരോന്നായി തകരുവാൻ തുടങ്ങി. സെൻട്രിഫ്യൂജുകളെ കുറിച്ച് അതിനു മുമ്പും പറയുകയുണ്ടായല്ലോ. അതുകൊണ്ട് എന്താണ് സെൻട്രിഫ്യൂജുകൾ എന്ന് പറയാം. വളരെ വേഗത്തിൽ കറങ്ങി വസ്തുക്കളെ വേർതിരിക്കുവാൻ സഹായിക്കുന്ന ഒരു യന്ത്രമാണ് സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അതിന്റെ അടിസ്ഥാന ആശയം. അതായത് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വേഗത്തിൽ ചുറ്റിയാൽ വെള്ളം പുറത്തേക്ക് തള്ളപ്പെടുന്നത് പോലെയാണ് സെൻട്രിഫ്യൂഗ് പ്രവർത്തിക്കുന്നത്. ചുറ്റുമ്പോൾ ഭാരമേറിയ ഭാഗങ്ങൾ പുറത്തേക്ക് പോവുകയും ഭാരം കുറഞ്ഞത് അകത്ത് തന്നെ തുടരുകയും ചെയ്യും. അതുവഴിയായി അവ വേർതിരിക്കപ്പെടുന്നു. മെഡിക്കൽ ലാബുകളിൽ മുതൽ ആണവ മേഖലയിൽ വരെ സെൻട്രിഫ്യൂഗുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായിട്ടാണ് ആണവ മേഖലയിൽ സെൻട്രിഫ്യൂജുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. വളരെ വേഗത്തിൽ ഇത് ചുറ്റി യുറേനിയത്തിലെ ഭാരത്തിൽ ചെറിയ വ്യത്യാസമുള്ള ഐസോടോപ്പുകൾ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് സ്റ്റക്സ്നെറ്റിലേക്ക് മടങ്ങാം. സ്റ്റക്സ്നെറ്റ് സാധാരണ വൈറസുകളെക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിനായി മാത്രമാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരുന്നത്. സ്റ്റക്സ്നെറ്റ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളുകളെയാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഇവ ആണവ വസ്തുക്കൾ വേർതിരിക്കുന്നതിനുള്ള ഗ്യാസ് സെൻട്രിഫ്യൂജുകൾ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളെയും വ്യാവസായിക പ്രക്രിയകളെയും നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ പ്രക്രിയകളുടെ ഓട്ടോമേഷൻ അനുവദിക്കുകയും ചെയ്യുന്നു. വൈറസ് വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ കടന്നു കയറുകയും പിന്നീട് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. സീമെൻസ് കമ്പനിയുടെ സ്കാഡ സിസ്റ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്നത്. ഈ സിസ്റ്റങ്ങൾ ആണവ പ്ലാന്റുകളിലെ യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. വൈറസ് സിസ്റ്റത്തിൽ കയറിയാൽ യഥാർത്ഥ ഡാറ്റ മാറുന്നതിന് പകരം തെറ്റായ വിവരങ്ങൾ എഞ്ചിനീയർമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറമേക്ക് നോക്കുമ്പോൾ യന്ത്രങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നതായി തോന്നലുണ്ടാകുന്നു. ഇപ്രകാരം സെൻട്രിഫ്യൂഗുകളുടെ വേഗത നിയന്ത്രണാതീതമായി മാറുകയും ചെയ്യും. ഇത് യന്ത്രങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. അതീവ ദുഷ്കരമായ ഒരു സാങ്കേതിക പദ്ധതിയായിട്ടാണ് സ്റ്റക്സ്നെറ്റ് കണക്കാക്കപ്പെടുന്നത്. ഈ വൈറസ് ഒരു പ്രത്യേക കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റങ്ങൾ മാത്രം ആക്രമിക്കുകയും മറ്റുള്ളവയെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവായ സൈബർ ആക്രമണമാകാതെ ലക്ഷ്യബദ്ധമായ ഒരു ഡിജിറ്റൽ ആയുധമായിരുന്നു സ്റ്റക്സ്നെറ്റ് എന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം. സൈബർ ആക്രമണം നടത്തുന്നവർ പലരുണ്ട്.
പല ലക്ഷ്യങ്ങളാണ് അതിന് പിന്നിലുള്ളത്. വ്യക്തിഗത ഹാക്കർമാർ, സൈബർ കുറ്റവാളികൾ, ഹാക്ടിവിസ്റ്റുകൾ, രാജ്യങ്ങളുടെ സൈബർ യൂണിറ്റുകൾ, ഇൻസൈഡർമാർ, ഓട്ടോമേറ്റഡ് ബോട്ടുകളും AI ആക്രമണങ്ങളും എന്നിങ്ങനെ പലരും സൈബർ ആക്രമണം നടത്താറുണ്ട്. തങ്ങളുടെ വ്യക്തിപരമായ കഴിവുകൾ ഉപയോഗിച്ച് സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യുന്നവരാണ് വ്യക്തിഗത ഹാക്കർമാർ. ഇവർ കൂടുതലായും പണം നേടുവാനാണ് ശ്രമിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് പണം തട്ടുന്നത് ഇവരുടെ ശീലമാണ്. സൈബർ കുറ്റവാളികളുടെ ലക്ഷ്യം റാൻസംവെയർ ആക്രമണവും ഫിഷിംഗുമാണ്. വ്യാജ മെയിലുകൾ വഴിയായി വിവരങ്ങൾ ചോർത്തുന്ന ഫിഷിംഗ് പോലെയുള്ള അറ്റാക്കുകളാണ് ഏറ്റവും സാധാരണമായിട്ടുള്ളത്. ഹാക്ടിവിസ്റ്റുകൾ സൈബർ അറ്റാക്ക് നടത്തുന്നത് സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ആശയം പ്രചരിപ്പിക്കുവാനോ പ്രതിഷേധിക്കുവാനോ ആണ്. ഒരു സ്ഥാപനത്തിനുള്ളിലെ ജീവനക്കാർ തന്നെ വിവരങ്ങൾ ചോർത്തുകയോ സിസ്റ്റം നശിപ്പിക്കുകയോ ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് മനുഷ്യരെ കൂടാതെ ഓട്ടോമേറ്റഡ് ബോട്ടുകൾ വഴിയും സൈബർ അറ്റാക്കുകൾ നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് രാജ്യങ്ങളുടെ സൈബർ യൂണിറ്റുകൾ ചേർന്ന് അറ്റാക്ക് നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ. മറ്റു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു രാജ്യം തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സൈബർ ആക്രമണമാണ് ഇത്. സ്റ്റക്സ്നെറ്റ് സൈബർ അറ്റാക്ക് അങ്ങനെയുള്ള ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും, ഏതു രാജ്യമാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് നടത്തിയത്? ഇവിടെ തെളിഞ്ഞു വരുന്ന ചിത്രം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയുമാണ്. ഇരു രാജ്യങ്ങളുടെയും സംയുക്തമായ സൈബർ അറ്റാക്ക് ആയിരുന്നു ഇത്. ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ് എന്നാണ് ഈ രഹസ്യ ചാര പ്രവർത്തനത്തിന് രാജ്യങ്ങൾ നൽകിയിരുന്ന പേര്. അതുകൊണ്ട് സ്റ്റക്സ്നെറ്റ് സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഓപ്പറേഷൻ ഒളിമ്പിക്സ് ഗെയിമിനെ കുറിച്ചും പറയേണ്ടി വരും. ഇറാനിയൻ ആണവ കേന്ദ്രത്തിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സൈബർ തടസ്സങ്ങൾ വഴിയുള്ള അട്ടിമറിയുടെ പേരാണ് ഓപ്പറേഷൻ ഒളിമ്പിക്സ് ഗെയിം. വളരെ പ്രതീകാത്മകവും ധ്വനി സൂചകവുമായ ശീർഷകമായിരുന്നു ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സൈനികവും രഹസ്യവുമായ ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ അവയുടെ യഥാർത്ഥ ലക്ഷ്യം ഒരു തരത്തിലും ചോർത്തപ്പെടാതിരിക്കാനായി യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെച്ചുകൊണ്ട് പ്രത്യേകം അർത്ഥമോ ബന്ധമോ ഇല്ലാത്ത പേരുകളാണ് സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള രഹസ്യാത്മകമായ ദൗത്യങ്ങൾക്ക് പിന്നിൽ ഉപയോഗിക്കുന്നത് വിചിത്രമായ കോഡ് നാമങ്ങളായിരിക്കും. ഒളിമ്പിക്സ് ഗെയിംസ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി ആരും സംശയിക്കുകയില്ല. അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തങ്ങളുടെ ഓപ്പറേഷന് പ്രസ്തുത പേര് നൽകിയത്. മാത്രവുമല്ല, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ ആക്രമിക്കുവാൻ തയ്യാറാക്കിയ ഒരു പദ്ധതിക്കും ഓപ്പറേഷൻ ഒളിമ്പിക്സ് എന്നായിരുന്നു പേര്. ഓപ്പറേഷൻ ഒളിമ്പിക്സ് നടപ്പിലാക്കപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്തായിരുന്നുവെങ്കിലും അതിനു മുൻപേ 2006 മുതൽ നടപടികൾ ആരംഭിച്ചിരുന്നു. അന്ന് ജോർജ് W. ബുഷ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ട്രാറ്റജിക് കമാൻഡിന്റെ തലവൻ ജനറൽ ജെയിംസ് സ്കോട്ട് റൈറ്റും മറ്റു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. ഇതനുസരിച്ച് നദാൻസ് പ്ലാന്റിന്റെ വ്യാവസായിക കമ്പ്യൂട്ടർ നിയന്ത്രണങ്ങളിലേക്ക് പ്രവേശനം നേടുക എന്ന ലക്ഷ്യത്തോടെ കമ്പ്യൂട്ടർ കോഡ് സെൻട്രിഫ്യൂജുകളെ നിയന്ത്രിക്കുന്ന പ്രത്യേക കമ്പ്യൂട്ടറുകളെ ആക്രമിക്കുക എന്നൊരു പദ്ധതിയിലാണ് അവർ നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. അമേരിക്ക ഇക്കാര്യത്തിൽ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സിഗിന്റ് ഇന്റലിജൻസ് സർവീസായ യൂണിറ്റ് 8200മായി ബന്ധപ്പെടുകയും അവർ അമേരിക്കയ്ക്ക് കൈകൊടുക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ നിലയം ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നത് ഇസ്രായേലിനെ ആയിരുന്നു. മാത്രവുമല്ല, ആണവ നിലയത്തിന്റെ പേരിൽ ഇറാനുമായി പരമ്പരാഗത ആക്രമണങ്ങൾ നടത്തുവാൻ ഇസ്രായേൽ ഒരുക്കമായിരുന്നുമില്ല. അതുകൊണ്ടാണ് അമേരിക്കയുമായി സഹകരിക്കുവാൻ ഇസ്രായേൽ സന്നദ്ധമായത്. സിഗിന്റ് എന്നത് സിഗ്നൽസ് ഇന്റലിജൻസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ്. വൈദ്യുത ഡിജിറ്റൽ സിഗ്നലുകൾ, അതായത് ഫോൺ കോൾ, റേഡിയോ, ഇന്റർനെറ്റ് ഡാറ്റ തുടങ്ങിയ ശേഖരിച്ച് വിശകലനം ചെയ്ത് രഹസ്യവിവരം കണ്ടെത്തുന്ന രഹസ്യാന്വേഷണ രീതികളാണ് ഇത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സിഗ്നൽസ് ഇന്റലിജൻസ് സംവിധാനമാണ് ഇസ്രായേലിലുള്ളത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന സൈനിക സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ശക്തമായ യൂണിറ്റാണ് യൂണിറ്റ് 8200. സൈബർ നിരീക്ഷണത്തിലും ഹാക്കിംഗ്, ഡാറ്റ ശേഖരണം എന്നിവയുടെ കാര്യത്തിലും അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയോട് താരതമ്യപ്പെടുത്താവുന്ന ഒന്നാണിത്. ഇസ്രായേൽ സിഗിന്റ് 3 രീതികളിലായാണ് പ്രവർത്തിക്കുന്നത്. ഫോൺ കോൾ, മെസ്സേജുകൾ, റേഡിയോ ആശയവിനിമയം എന്നിവ ചോർത്തുകയും ഭീകര സംഘടനകളുടെ ആശയവിനിമയം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻസ് ഇന്റലിജൻസ് ആണ് അതിൽ ഒന്നാമത്തേത്. റഡാർ, മിസൈൽ സിസ്റ്റം എന്നിവയിലൂടെ ഇലക്ട്രോണിക് സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും ശത്രുവിന്റെ സൈനിക ശേഷി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഇന്റലിജൻസ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, എൻക്രിപ്റ്റഡ് ഡാറ്റ എന്നിവ ഹാക്ക് ചെയ്യുകയും സൈബർ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുകയും ചെയ്യുന്ന സൈബർ സിഗിന്റ് എന്നിവയാണ് മറ്റുള്ളവ. ഇപ്രകാരം ഇസ്രായേലും അമേരിക്കയും കൂടി അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് വികസിപ്പിച്ചെടുക്കുകയും അത് ഇറാന്റെ ആണവ പദ്ധതിയെ തുരങ്കം വെക്കുന്നതിനായി പ്രയോഗിക്കുകയുമായിരുന്നു. കണക്കുകൾ പറയുന്നതനുസരിച്ച് 5000 സെൻട്രിഫ്യൂജുകളിൽ ഏകദേശം 1000 എണ്ണം ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ കറങ്ങുന്നത് തടയുവാൻ ഇത് സഹായിച്ചു. സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടത് വഴിയായി ഇറാന്റെ ആണവ പദ്ധതികൾ തുടങ്ങിയിടത്തേക്ക് തന്നെ അത് തിരിച്ചുപോയി.
ഡച്ച് എഞ്ചിനീയറായ എറിക് വാൻ സാബൻ നെഥാൻസ് ആണ് ആണവ കേന്ദ്രത്തിൽ നുഴഞ്ഞു കയറി സ്റ്റാക്സ്നെറ്റ് ബാധിച്ച ഉപകരണങ്ങൾ സ്ഥാപിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ സൈബർ അറ്റാക്ക് നടത്തി 2 ആഴ്ചകൾക്ക് ശേഷം ദുബായിൽ വെച്ച് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. വെറും 36 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. അതെന്തായാലും സ്റ്റാക്സ്നെറ്റ് സൈബർ യുദ്ധമുഖത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയുമായിരുന്നു. യുദ്ധസങ്കല്പങ്ങളെ അത് തിരുത്തി എഴുതി. കാരണം യുദ്ധമെന്നാൽ ഇതുവരെ അതിനൊരു സ്ഥലം വേണമായിരുന്നു. കരയും കടലും ഭൂമിയും യുദ്ധമുഖങ്ങളുടെ പട്ടികയിൽ ഇടം നേടി പിടിച്ചവയായിരുന്നു. എന്നാൽ ഈ 3 സാധ്യതകളെ കൂടാതെ മറ്റൊരു യുദ്ധ സാധ്യത കൂടി ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കാനായത് ഇതുവഴിയായിരുന്നു. സ്റ്റക്സ്നെറ്റ് ശേഷം സൈബർ സ്പേസ് എന്ന 4മതൊരു യുദ്ധഭൂമി കൂടി ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുവാൻ ബോംബുകളോ മിസൈലുകളോ ആവശ്യമില്ല, ഒരു വൈറസ് മാത്രം മതിയെന്ന് അത് കാണിച്ചു തന്നു. കമ്പ്യൂട്ടർ വൈറസുകളുടെ ശക്തി എന്താണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. ഒരു വൈറസ് ഇത്രയും നാശം വിതയ്ക്കുമെന്ന തിരിച്ചറിവ് ഭയപ്പെടുന്നതായിരുന്നു. സ്റ്റക്സ്നെറ്റ് ഇറാനിലെ നെറ്റ്വർക്കുകളിൽ നിന്ന് പുറത്തേക്ക് ചോർന്നപ്പോൾ ലോകമെമ്പാടുമുള്ള സൈബർ സുരക്ഷാ വിദഗ്ധർ അത് കണ്ടെത്തുകയും കോഡ് പരിശോധിക്കുകയും ചെയ്തു. അതിന്റെ ഗവേഷണ ഫലം അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. അത്യന്തം സങ്കീർണമായിരുന്നു അതിന്റെ കോഡ്. 4 സീറോ ഡേ വൾനറബിലിറ്റീസ് ആണ് ഈ വൈറസിൽ ഉപയോഗിച്ചിരുന്നത്. സൈബർ ലോകത്തിലെ ഏറ്റവും ഭീകരവും അപകടകരവുമായ ആശയങ്ങളിൽ ഒന്നാണ് സീറോ ഡേ വൾനറബിലിറ്റി. സോഫ്റ്റ്വെയറിലോ സിസ്റ്റത്തിലോ ഉള്ള പിഴവ് ആണെങ്കിലും അതേക്കുറിച്ച് അതിന്റെ നിർമ്മാതാക്കൾക്കോ സുരക്ഷാ സംഘങ്ങൾക്കോ യാതൊരു അറിവും ഇല്ലാത്ത അവസ്ഥയാണ് ഇത്. സുരക്ഷാ പാച്ച് ഇല്ല, ആന്റിവൈറസ് തിരിച്ചറിയുവാൻ കഴിയില്ലെന്നതാണ് അവസ്ഥ. ഒരു വീടിന്റെ രഹസ്യ വാതിൽ ഉടമസ്ഥന് അറിയില്ലാതിരിക്കുകയും എന്നാൽ കള്ളന്മാർ അത് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയോട് ഇതിനെ സാമ്യപ്പെടുത്താം. തന്മൂലം സിസ്റ്റത്തിലേക്ക് അനുമതിയില്ലാതെ കയറുവാനും ഡാറ്റ മോഷ്ടിക്കുവാനും മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുവാനും സൈബർ ആക്രമണം നടത്തുവാനും നിഷ്പ്രയാസം കഴിയും. മാത്രവുമല്ല, സാധാരണ ഹാക്കർമാർക്ക് ഒരിക്കലും സൃഷ്ടിക്കുവാൻ കഴിയുന്നവയായിരുന്നില്ല സ്റ്റക്സ്നെറ്റ്. അതോടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സാങ്കേതിക ശേഷി അതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലായതും ആരോപണം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഉയർന്നതും. സൈബർ സുരക്ഷയുടെ പ്രാധാന്യം ലോകത്തിന് മുൻപിൽ തുറന്നുവെക്കുവാൻ ഇടയാക്കിയ സംഭവം കൂടിയായിരുന്നു സ്റ്റക്സ്നെറ്റ്. ഈ ആക്രമണം സൈബർ സുരക്ഷയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും വഴിവെച്ചു. അതോടെ രാജ്യങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ സംരക്ഷിക്കുവാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി. വൈദ്യുതി നിലയങ്ങൾ, ജലവിതരണം, ഗതാഗതം എല്ലാം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാമെന്ന് അവർ തിരിച്ചറിഞ്ഞു. വൈറസുകൾ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിനെ ബാധിക്കുമ്പോൾ ഇറാനിലെ സ്റ്റാക്സ്നെറ്റ് ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് USB ഡ്രൈവുകൾ വഴി പ്രയോഗിച്ചു എന്നതാണ്. ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങളെ ആക്രമിക്കുവാനും സ്റ്റക്സ്നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാനിൽ സംഭവിച്ചതുപോലെ ആക്രമണകാരികൾ ഒന്നിലധികം സീറോ ഡേ വിൻഡോസ് ദുർബലതകൾ ചൂഷണം ചെയ്യുന്നതിനും ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിലേക്കുള്ള കണക്ഷനായി ബാധിച്ച പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ തിരയുന്നതിനും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുവാൻ ഉദ്ദേശിച്ചുള്ള നിർദ്ദേശങ്ങൾ അയക്കുന്നതിനും സ്റ്റക്സ്നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റക്സ്നെറ്റ് സൈബർ അറ്റാക്ക് ഒരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, അത് മനുഷ്യന്റെ ബുദ്ധിയും സാങ്കേതിക വിദ്യയും എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിന്റെ തെളിവാണ്. എന്നാൽ അതിനൊപ്പം സ്റ്റക്സ്നെറ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യനെ രക്ഷിക്കുവാനും നശിപ്പിക്കുവാനും കഴിയുമെന്ന സത്യത്തിന് അത് അടിവരയിട്ടു. ഈ സംഭവത്തിന് ശേഷമാണ് പല രാജ്യങ്ങളും അവരുടെ സ്വന്തം സൈബർ ആയുധങ്ങൾ വികസിപ്പിക്കുവാൻ തുടങ്ങിയത്. ഇത് കാണാനാകാത്തതും കേൾക്കാനാകാത്തതുമായ ഒരു ലോകത്തിന്റെ വാതിൽ തുറന്നെടുക്കുകയായിരുന്നു. സ്റ്റക്സ്നെറ്റ് ഇന്നും പഠന വിഷയമാണ്. സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ഇന്നും അതിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് പൂർണ്ണ വിവരം ലഭിച്ചിട്ടുമില്ല. എങ്കിലും സ്റ്റക്സ്നെറ്റിന്റെ മാതൃകകൾ ഇന്നത്തെ മാൽവെയറുകളിൽ കാണാം. എന്നാൽ അതിന്റെ ലക്ഷ്യത്തെയും കൃത്യതയെയും കുറിച്ച് ഇന്നും അന്തിമ രൂപം കൈവന്നിട്ടുമില്ല. 16 വർഷങ്ങൾ കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതിനിടയിൽ സൈബർ ലോകം എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും സന്നദ്ധമാകത്തക്ക വിധത്തിലുള്ള അദൃശ്യ ശത്രുക്കൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ സ്റ്റക്സ്നെറ്റ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. വരും കാലങ്ങളിലെ യുദ്ധം ഏതൊക്കെ തരത്തിലായിരിക്കും? ഭൂമിയും ആകാശവും അപ്രസക്തമാക്കിക്കൊണ്ട് കമ്പ്യൂട്ടറുകളുടെ ലോകത്തിലായിരിക്കുമോ വരും നാളുകളിൽ യുദ്ധം നടക്കുവാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം.